കോതമംഗലത്തിനടുത്ത് അയിരൂർ പാടം പള്ളിക്കവലയിൽ ഗുണ്ട ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. കൊട്ടേഷൻ സംഘം ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷമുണ്ടാക്കിയ ശേഷം ബൈക്കിലെത്തിയവരെ വെട്ടിവീഴ്ത്തുകയായിരുന്നു. നിർത്തിയിട്ടിരുന്ന കാറും അക്രമി സംഘം തകർത്തു. കഴിഞ്ഞ രാത്രി കാറിലും ബൈക്കിലുമെത്തിയ സംഘമാണ് പള്ളിക്കവലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വഴിയാത്രക്കാരെ വെട്ടിയത്. മൂവാറ്റുപുഴയിലെ പ്ലൈവുഡ് കമ്പനിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് ബൈക്കിലെത്തിയ അജാസ്, യാഹിയ എന്നിവർക്കാണ് വടിവാളുകൊണ്ട് വെട്ടേറ്റത്. ഇരുവരും കോതമംഗലത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന ഇവരെല്ലാരും കൂടി പുള്ളിയുടെ മുഖത്തിന്റെ കമ്പിയുടെ ചടിക്കുകയും എന്നെ വടിവാള് വെച്ച് വീശി അവൻ തിരിഞ്ഞു മാറി. ആ സമയത്ത് വേറൊരുത്തൻ സൈഡിൽ വന്നാൽ കമ്പിയുടെ വെച്ച് എന്റെ തലക്കെട്ട് അടിക്കുകയും ചെയ്തു. പള്ളിക്കവലയിലെത്തിയ അക്രമി സംഘം ആദ്യം ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. തുടർന്ന് ഇവിടെ പാർക്ക് ചെയ്തിരുന്ന കാർ തല്ലി തകർത്തു. അസമയത്തും നാട്ടുകാരെ കണ്ടതോടെയാണ് മറ്റാരെയോ തേടി വന്ന സംഘം അക്രമാസക്തരായത്. 12 മണി സമയത്ത് രാത്രി ഒരു സംഘം പിള്ളേർ വന്ന് വടിവാളായിട്ട് വന്ന് ആക്രമിച്ച് ബോംബ് പൊട്ടിച്ച് ബോംബ് എറിഞ്ഞ് പൊട്ടി ഫ്ളാറ്റിലുള്ള ആൾക്കാരും നമ്മളും അത് ഒച്ചയെടുത്ത് അവര് ഇവിടെ റിട്ടേൺ പോയി. പോലീസ് സാന്നിധ്യമില്ലാത്ത ഇവിടെ 2 ദിവസമായി രാത്രി സമയം അക്രമി സംഘം കറങ്ങി നടക്കുന്നതായും സൂചനയുണ്ട്. ഇത്തരത്തിൽ പുറമേ നിന്നും ഒരു സംഘം അക്രമികളെത്തി നടത്തിയ അക്രമം നാട്ടുകാർക്ക് വലിയ ഭീതിയുണ്ട്. ഈ കാര്യത്തിൽ എത്രയും വേഗം കുറ്റവാളികളെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് ഗാനമേളയ്ക്കിടെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഇതിലുൾപ്പെട്ടവരെ തേടിയാണ് കൊട്ടേഷൻ സംഘം എത്തിയതെന്നാണ് വിവരം. മനോരമ ന്യൂസ്, കൊച്ചി.